നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മന്ത്രിതല ചർച്ചയിലെ വാഗ്ദാന ലംഘനങ്ങൾക്കെതിരെ ജൂലൈ 30-31 തീയതികളിൽ നടക്കുന്ന ദ്വിദിന പണിമുടക്കിന് മുന്നോടിയായി കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ കണ്ണൂർ കേരള ബാങ്ക് റീജിയണൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. KP പ്രദീപ് കുമാർ അധ്യക്ഷനായി. പല തരത്തിലും ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് എത്ര ശതമാനമാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കിപ്പോൾ 34% അവിടെ പെൻഡിങ്ങിലായി കിടക്കുകയാണ്. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം 19%. പല തവണ തന്നെ മന്ത്രിമാർ സമരങ്ങൾ നടത്തുമ്പോൾ മന്ത്രിമാർ അതുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിച്ചു ചേർത്തും കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുകയും പിന്നീട് അതേപോലെ തന്നെ അതൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ തന്നെ പരിശോധിക്കേണ്ട. ശമ്പള പരിഷ്കരണ കാലം എത്രയോ വർഷങ്ങളായി. ഇതൊക്കെ കൃത്യമായി ചെയ്യാനുള്ള പ്രാപ്തിയും കഴിവും ഒക്കെ ഉള്ളവരായിരിക്കണം ഇത്തരം സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നവര് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 20% DA വാഗ്ദാനം ഉത്തരവാക്കുക, മാനേജ്മെന്റിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, ബാങ്കിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിച്ച് നിയമന നടപടികൾ ത്വരിതപ്പെടുത്തുക, ജീവനക്കാരുടെ പെൻഷൻ പദ്ധതി കേരള ബാങ്ക് ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. മനോജ് കൂവേരി, മുണ്ടേരി ഗംഗാധരൻ, KP താഹിർ, P സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഹഫ്സ മുസ്തഫ, രേഖ കുപ്പത്തി, TP സാജിദ്, ജോളി പോൾ, K ബിജലി, P പ്രിയ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.